ഹോങ്കോങ്ങിൽ നടക്കുന്ന ജനാധിപത്യ മനുഷ്യാവകാശ പോരാട്ടത്തെ പിന്തുണയ്ക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് പ്രക്ഷോഭം നയിക്കുന്ന വിദ്യാർത്ഥികൾ. ഇത് സംബന്ധിച്ച് കത്ത് ഹോങ്കോങ്ങിലെ ചൈനീസ് സർവകലാശാലയിലെ കത്തോലിക്ക വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയുടെ പ്രസിഡന്റ് എറീക്കോ എൻജി കഴിഞ്ഞ ദിവസം പരിശുദ്ധ പിതാവിന് നേരിട്ട് സമർപ്പിച്ചു. റോമിൽ ഇക്കഴിഞ്ഞ 19 മുതൽ 22 വരെ നടന്ന ഇന്റർനാഷണൽ യൂത്ത് ഫോറത്തിൽ പങ്കെടുക്കാൻ സഹപാഠി സ്റ്റീഫൻ ആന്റണി വെങ്കിനൊപ്പം എത്തിയതായിരുന്നു എറീക്കോ എൻജി. കുറ്റവാളികളെ ചൈനയ്ക്ക് കൈമാറാൻ ഉദ്ദേശിച്ചുള്ള നിയമനിർമ്മാണം പ്രഖ്യാപിക്കപ്പെട്ടതോടെയാണ് ഹോങ്കോങ്ങിൽ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത്. സിംഗ് ഹല്ലേലൂയ എന്ന കർത്തൃസ്തുതിഗീതം ആലപിച്ചുകൊണ്ട് ലക്ഷങ്ങൾ തെരുവിലിറങ്ങി. വിദ്യാർത്ഥികളാണ് പ്രക്ഷോഭം നയിക്കുന്നത്. അടിച്ചമർത്താനുള്ള ശ്രമങ്ങളൊക്കെ പ്രക്ഷോഭത്തെ ആളിക്കത്തിച്ചതേയുള്ളൂ. ഇതേ തുടർന്ന് നിയമനിർമ്മാണം പിൻവലിച്ചതായി ഹോങ്കോങ് ഭരണാധികാരി കാരിലാം പ്രഖ്യാപിക്കുകയും ജനത്തോട് മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ കാരിലാമിൻ്റെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം തുടരുകയാണ്. ഫ്രാൻസിസ് പാപ്പ ചൈനയെ പേരെടുത്ത് പറഞ്ഞ് പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഹോങ്കോങ്ങിലെ ജനാധിപത്യ മനുഷ്യാവകാശ പ്രക്ഷോഭത്തിന് അവിടുത്തെ സഭാ നേതൃത്വത്തിൻ്റെ പരസ്യ പിന്തുണയുണ്ട്. ഇന്റർനാഷണൽ യൂത്ത് ഫോറത്തിൽ പരിശുദ്ധ പിതാവിനെ കാണാൻ അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നുവെന്ന് എറീക്ക എൻജി പറഞ്ഞു. ഇന്ത്യയിൽ നിന്ന് 3 പേർ ഉൾപ്പെടെ 100-ലേറെ രാജ്യങ്ങളിൽ നിന്ന് 250 പ്രതിനിധികളാണ് യൂത്ത് ഫോറത്തിൽ ഉണ്ടായിരുന്നത്. പരിശുദ്ധ പിതാവ് അവർക്കനുവദിച്ച കൂടിക്കാഴ്ചയിലാണ് എറീക്ക എൻജിക്ക് പ്രത്യേകം കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചത്. കത്ത് കൈമാറാനും ഹോങ്കോങ്ങിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പാപ്പായോട് അപേക്ഷിക്കാനും കഴിഞ്ഞതായും എറീക്ക പറഞ്ഞു. തീർച്ചയായും പ്രാർത്ഥിക്കാമെന്നും തനിക്ക് വേണ്ടി എറീക്കയും പ്രാർത്ഥിക്കണമെന്നും പാപ്പ പ്രതികരിച്ചു. ഹോങ്കോങ്ങിലെ പ്രക്ഷോഭത്തെ പിന്തുണയ്ക്കണമെന്നും പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ നടത്തുന്ന മർദ്ദക നടപടികളെ അപലപിക്കണമെന്നുമാണ് കത്തിൻ്റെ ഉള്ളടക്കം. കാരിലാം ഒരു കത്തോലിക്കയാണെന്ന കാര്യവും കത്തിൽ അനുസ്മരിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.